തൃശ്ശൂർ കൂടി പരിശോധിച്ചാൽ തൃശ്ശൂരിൽ വളരെയധികം ആവേശത്തോടെ നോക്കിക്കാണുന്നത് നമുക്കറിയാം. അത് പലതരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഓരോ തരത്തിൽ വോട്ട് ചെയ്യുന്ന ജനത എന്ന് സമീപകാലത്ത് നമ്മൾ കണ്ട ഒരു ജില്ലയാണ്. ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, എവിടത്തേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന സ്ഥലമാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ല ആകെ എന്നത് മാത്രമല്ല തൃശ്ശൂർ മണ്ഡലവും. അത്യന്തം ആവേശപൂർവമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനം കുറിച്ചിരിക്കുന്നു. വോട്ടർമാർ അന്തിമ വിധി എഴുതി ബൂത്തുകളിൽ നിന്നും തിരികെ മടങ്ങിയിരിക്കുന്നു. ഏറ്റവും അവസാനത്തെ കണക്കുകൾ പ്രകാരം, ലഭ്യമായ കണക്കുകൾ പ്രകാരം, ഇനിയും കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. തൃശ്ശൂർ ജില്ലയിലാകെ ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 77% വോട്ടുകൾ ആണ് ശതമാന കണക്കിൽ, പെർസെൻറ്റേജ് കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതുക്കാട് മണ്ഡലത്തിലാണ്. പുതുക്കാട് മണ്ഡലത്തിൽ 78% വോട്ടുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും 76% വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്യന്തം നാടകീയമായ സംഭവങ്ങൾ ഇന്നും തെരഞ്ഞെടുപ്പ് ദിവസവും തൃശ്ശൂരിൽ അരങ്ങേറി. TN പ്രതാപനും BJP പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റത്തിൽ തുടങ്ങി. NDA സ്ഥാനാർത്ഥി ഉല്ലാസ് ബാബു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരെ അടക്കം ഉപരോധിക്കുന്ന നിലയിൽ വടക്കാഞ്ചേരിയിൽ സംഭവങ്ങളുണ്ടായി. വ്യാജ വോട്ട് പരാതി ഉയർന്ന വടക്കാഞ്ചേരിയിലെത്തി ഉല്ലാസ് ബാബുവിനും സംഘത്തിനും കുത്തിയിരിക്കേണ്ട നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു വോട്ടർക്ക് തന്റെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി 6 മണിക്കൂറിലേറെ കാത്തു നിൽക്കേണ്ടി വന്നു. സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു നാടകീയ സംഭവം തൃശ്ശൂർ കൂർക്കഞ്ചേരിയിലെ തൃശ്ശൂർ മണ്ഡലത്തിൽ 205 നമ്പർ ബൂത്തിൽ നടന്നു. കൂർക്കഞ്ചേരി സ്വദേശിയായിട്ടുള്ള അക്ഷയ എന്ന യുവതിക്ക് തന്റെ കൈവിരലിൽ പരിക്കേറ്റത് മൂലം വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന പ്രിസൈഡിംഗ് ഓഫീസറുടെ സമീപനം നമ്മൾ കണ്ടു. 6 മണിക്കൂറിലേറെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം ഇടപെടുകയും ജില്ലാ വരണാധികാരി കർശന നിർദ്ദേശം നൽകുകയും ചെയ്തതിനു ശേഷമാണ് അക്ഷയ്ക്ക് തെരഞ്ഞെടുപ്പിൽ 6 മണിക്കൂറിന് ശേഷം വോട്ട് ചെയ്യേണ്ടി വന്നത്. ഈ സമയം അത്രയും തന്റെ കൈക്കുഞ്ഞുമായി അവർക്ക് ഈ ബൂത്തിൽ കാത്തിരിക്കേണ്ടി വന്ന നിലയുണ്ടായി. അത്തരത്തിൽ നാടകീയതകൾ ഏറെ നിറഞ്ഞു നിന്ന സംഭവമാണ്. അല്പസമയങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടയിൽ BJP പ്രവർത്തകന് കുത്തേറ്റു. അത്തരത്തിൽ ഒരു അക്രമ സംഭവം ഉണ്ടായി. ഇന്ന് രാവിലെ വാണിയമ്പാറയിൽ വോട്ട് ചെയ്യാൻ എത്തിയ വോട്ടർ ബൂത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വാശിയേറിയ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയങ്ങളാണ് കടന്നുപോയത്. അതുപോലെ തന്നെ നാടകീയ സംഭവങ്ങൾ ഒട്ടേറെയുണ്ട്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുകൊണ്ട് കനത്ത പോളിംഗ് തന്നെയാണ്. SIR വോട്ടർ പട്ടിക പരിഷ്കരിച്ചതിന് ശേഷവും ജില്ലയിൽ 25 ലക്ഷത്തിൽ പരം വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പോളിംഗ് ബൂത്തുകളിലെത്തി. ജില്ലയിലെ 2839 പോളിംഗ് ബൂത്തുകളിലായി എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുന്നു. ഇനി അന്തിമ കണക്കെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. 80%-ലധികം ജില്ലയിൽ വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഉയരുമെന്നുള്ളതാണ് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ പ്രതീക്ഷ. അന്തിമ കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിലായി ഇതിനോടകം തന്നെ 75%-ലധികം വോട്ടുകൾ രേഖപ്പെടുത്തി. അന്തിമ കണക്കുകൂടൽ കൂടി ലഭ്യമായാൽ മാത്രമേ അത് ഏത് നിലയിലാണ്, ഏത് മുന്നണിക്കാണ് അനുകൂലമാകുകയുള്ളൂ എന്നുള്ള കൂട്ടിക്കുഴിക്കലുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം, ത്രികോണ മത്സരം അടക്കം നടക്കുന്ന ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. തൃശ്ശൂരിൽ കനത്ത ത്രികോണപ്പോര് നടക്കുമ്പോൾ മണലൂരിലും നാട്ടികയിലും അടക്കം ത്രികോണപ്പോരിന്റെ ഛായ നിലവിലുണ്ട്. ഗുരുവായൂരിൽ അത്യന്തം നാടകീയമായ മത്സരമാണ് നടക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി R ബിന്ദു അടക്കം മത്സരിക്കുന്ന മണ്ഡലത്തിൽ UDF വിജയസ്വപ്നം കാണുന്നു. അങ്ങനെ ഈ ജനവിധിയെ ഏത് നിലയിൽ ആർക്കൊപ്പമാകുമെന്നുള്ള കാര്യം അറിയണമെങ്കിൽ മെയ് 4 പിന്നിടേണ്ട നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് കൊട്ടിക്കലാശം മുതൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മുതൽ കൊട്ടിക്കലാശം വരെ വാശിയേറിയ പോരാട്ടമായിരുന്നു പ്രചാരണ രംഗത്തെങ്കിൽ അതിനുശേഷവും നാടകീയ സംഭവങ്ങൾ ഒട്ടേറെ അരങ്ങേറി ഈ അവസാന മണിക്കൂറുകളിൽ പോലും. തീർച്ചയായും ഇപ്പോഴും നാടകീയത തുടരുന്നു. കാരണം നമുക്കറിയാം, തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ ഒരേ ഒരു സീറ്റ് മാത്രം നിസ്സാരമായ വോട്ടിനാണ് ഇടതുപക്ഷത്തിന് നഷ്ടമായത്. മറ്റെല്ലാം ഇടതുപക്ഷത്തിന് ഒപ്പം നിന്നതാണ്. അത് തന്നെയാണ് ആ ഭരണത്തിൽ വീണ്ടും വരാനുള്ള ഒരു കാരണമായ ഒരു ജില്ല കൂടിയാണ്. ഇത്തവണയും അത് സംരക്ഷിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ ഇടതുപക്ഷം വെച്ചു പുലർത്തുമ്പോൾ വളരെ വാശിയേറിയ പോരാട്ടമാണ് അത് UDF-ൽ നിന്നായാലും NDA-യിൽ നിന്നായാലും ഉണ്ടാകുന്നത്. തൃശ്ശൂർ നഗരത്തിലും തൃശ്ശൂർ മണ്ഡലത്തിലും വലിയ പോരാട്ടമാണ്, ത്രികോണ പോരാട്ടമാണ് നമ്മൾ കണ്ടത്.